വലിയൊരു താങ്ക്സ്. ആദ്യം തന്നെ ഈ ചാനലിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഈ ചാനലിന്റെ പേര് ഹാപ്പി കിഡ്സ് എന്നാണ്. അതായത് ഹൗ ടു മേക്ക് കിഡ്സ് ഹാപ്പി, ഹൗ ടു ഫോസ്റ്റർ ദം. കുട്ടികളെ എങ്ങനെ ശാരീരികവും മാനസികവും ആയി ഏറ്റവും ഹെൽത്തി ആയി വലിയ ചെലവില്ലാതെ എങ്ങനെ വളർത്താം എന്നുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഇനിയുള്ള വീഡിയോസിൽ ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അമ്മമാര് സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തി എക്സ്പീരിയൻസ് പഠിച്ച ചില ടിപ്സാണ് ഇതിൽ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇനിയും ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കുട്ടികളെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്നു മുതൽ ഞങ്ങളൊരു പുതിയ സെഗ്മെന്റ് ആരംഭിക്കുകയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ അമ്മമാർക്കും അറിയാമല്ലോ, കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല പോഷകസമൃദ്ധമായ ഫുഡൊക്കെ അവരുടെ അതായത് ധാന്യങ്ങൾ, പച്ചക്കറികൾ ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊരിക്കലും അത് പോസിബിൾ ആവാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള കറികൾ തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. അതായത് ഇപ്പം ഒത്തിരി സ്പൈസി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ഉണങ്ങിയതായിരിക്കും. കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാനായിട്ട്. പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാണ്, കഴിക്കാറില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ ജാം പുരട്ടി കഴിക്കുക പതിവ്, അല്ലെങ്കിൽ അപ്പമാണെങ്കിൽ അപ്പവും പുട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പഞ്ചസാര കൂട്ടിയൊക്കെ നമ്മൾ കൊടുക്കാറാണ് സാധാരണ നമ്മൾ ചെയ്യാറ്. അപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളായിട്ടാണ്. കുറച്ച് കറികൾ, അതായത് വെജിറ്റബിൾസ് ഒത്തിരി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കുട്ടികൾക്ക് എങ്ങനെ രുചികരമായിട്ട് അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ തനിയെ കഴിക്കത്തക്ക രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പീസാണ് ഇവിടെ ഞങ്ങൾ തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കടലയും പൊട്ടറ്റോയും കൂടിയുള്ള ഒരു സ്റ്റൂ ആണ്. അതിനായിട്ട് ഒരു 1/4 കപ്പ് കടല, കറുത്ത കടല തലേ ദിവസമേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം ഒരു കുക്കറിൽ ഈ കടല, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 7 അല്ലി വെളുത്തുള്ളി, ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എല്ലാം ചെറുതായി അരിഞ്ഞിട്ട് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ 2 വിസിൽ കേട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. പൊതുവെ കുട്ടികളെ കടലയും ഉരുളക്കിഴങ്ങൊക്കെ കഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. കടല വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഉരുളക്കിഴങ്ങ് കടലയുടെ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞതായിരിക്കണം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അത് തന്നെയല്ല, അത് കഴിക്കാനും കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും. 4 പൊട്ടറ്റോ അരിഞ്ഞത്. അധികം എരിവ് കുട്ടികൾക്കായതുകൊണ്ട് അധികം എരിവ് വേണ്ട. അപ്പോൾ 3 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് ഒരു വിസിൽ കേൾപ്പിച്ച് ഒരു വിസിൽ അടുപ്പിച്ചത് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 12 ഏലക്ക ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും ഒരു വലിയൊരു സവാളയും കൂടെ അരിഞ്ഞ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒത്തിരി ഗോൾഡൻ ബ്രൗണിലേക്ക് പോകണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയാവും. സ്റ്റൂ ആയതുകൊണ്ട് അധികം മുരിയണം എന്നില്ല.
ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ അളവ് ഒരു 10 പേർക്ക് കഴിക്കാം. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പേരുള്ളതുകൊണ്ട് ഒരു 10 പേർക്കുള്ള ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മുതിർന്നവർക്കും കഴിക്കാവുന്ന റെസിപ്പിയാണ്. സവാള ഒരുവിധം വാടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി അടുത്തത് ചേർക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കറി മസാല. ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുരുമുളക് പൊടിയും കറി മസാലയും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് അത് നന്നായിട്ട് മൊരിച്ചെടുക്കാം. കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് കറിക്ക് നല്ല കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് മൊരിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് തിളപ്പിച്ച് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം. നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1 മുറി, അതായത് ചെറിയൊരു തേങ്ങയാണെങ്കിൽ 1 മുറി തേങ്ങാപ്പാൽ, അതായത് തലപ്പാൽ മാറ്റിയിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്നുകൂടെ മൂടി വെച്ചൊന്ന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് കുറച്ച് പുളി ഇഷ്ടമായിരിക്കും, അതുകൊണ്ടാണ് തക്കാളി ആഡ് ചെയ്യുന്നത്. തക്കാളി ഒന്ന് വാടാനായിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് അത് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. നന്നായിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന തലപ്പാലും കൂടെ ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് സിമ്മിൽ ഒന്നിട്ട് ചൂട് കയറ്റി എടുത്തിട്ട് ഓഫ് ചെയ്യാം. കുട്ടികളുടെ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് അതായത് പുളിപ്പ് വേണം, മധുരം വേണം, അതുപോലെ ഇച്ചിരി വാട്ടറി ആയിരിക്കണം, കഴിക്കാൻ എളുപ്പത്തിനുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കണം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. Fuck her in the past.